വിദ്യാ ബാലകൃഷ്ണൻ MLA വിളിച്ച് മന്ത്രിപദവി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ശ്രമിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ രണ്ടുപേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ദില്ലി സ്വദേശികളായ രണ്ടുപേരാണ് പിടിയിലായത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ രാജ്കുമാർ ആണെന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിപദവി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, എന്തായാലും അത് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. MLA തന്നെ വിളിച്ചാണ് മന്ത്രിപദവി തരാം എന്ന് പറഞ്ഞത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആൾക്കാരെയും ചില പ്രധാനപ്പെട്ട MPമാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ചില ഓഫറുകൾ ഈ കള്ളന്മാർ കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാലും ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു VS രഞ്ജിത്ത് MLAമാരെ MPമാരെയൊക്കെ വിളിച്ച് മന്ത്രിപദവി വാഗ്ദാനം ചെയ്ത് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറയാൻ? ആരെയാണ് പിടികൂടിയിരിക്കുന്നത് VS രഞ്ജിത്ത്? അതും കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പം മന്ത്രിസഭാ പുനഃസംഘടന ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വിദ്യാ ബാലകൃഷ്ണനും സംഘമൊക്കെ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അത് രാജ്കുമാർ അല്ല എന്നും ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും സിറ്റി പോലീസ് കമ്മീഷണർ ആ സിം കാർഡിന്റെ ഉടമയെ കണ്ടെത്തി. സിം കാർഡിന്റെ ഉടമ പറഞ്ഞു ഫോൺ നഷ്ടപ്പെട്ടതാണ്, അങ്ങനെ ആൾമാറാട്ടമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിന്റെ പിന്നിലുള്ള സംഘത്തെ പോലീസ് ഡൽഹി പോലീസിന്റെ സഹായത്തോടു കൂടി പിടിക്കുകയായിരുന്നു. 2 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നിതിൻ അതുപോലെ ഗൗരവ് എന്നീ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് 2 പേരും പിടിയിലായിട്ടുള്ളത്. 2 പേരും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഇത് വിദ്യാ ബാലകൃഷ്ണൻ മാത്രമല്ല, അവർ ഈ പേര് പറഞ്ഞ് പലരെയും വിളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു പ്രത്യേക തട്ടിപ്പ് സംഘമാണ്. പക്ഷെ അവർ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ വിളിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും കള്ളന്മാർ പിടിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും അപാര ധൈര്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസിന്റെ MLAയും MPമാരെയൊക്കെ വിളിച്ചിട്ട് പറയാണ് മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു, മന്ത്രിയാവണോ, 3 കോടി രൂപ തരൂ എന്നൊക്കെ പറയുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന് ആരെങ്കിലും കുറച്ച് പൈസ കൊടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം നാണക്കേടായേനെ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും പൈസ ആരും കൊടുത്തില്ല. ഇത് അങ്ങനെ പുനഃസംഘടനയൊന്നും ഇല്ല എന്ന് നമ്മുടെ MLAമാർക്കൊക്കെ അറിയാമായിരുന്നു.